الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث صدق الله مولانا العظيم وقال رسول الله صلى الله عليه وسلم أنا وكافل اليتيم هكذا في الجنة صدق رسول الله زر ضريح المصطفى وازد إقامة به زرت حميم زاويا عن قلبك زلزال زال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله سلسبيلا سار فيه سيد السادات سير سلسبيلا تصطفي الحالات كسلسال سال لا إله لا إله إلا الله محمد رسول الله علم أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാകട്ടെ. പോരുവഴി ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന 6ാമത് വാർഷിക ആഘോഷ പരിപാടിയിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പിഴവുകളെല്ലാം അല്ലാഹുവിന്റെ വിശാലമായ കരുണ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ചു മരിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഇതെന്റെ വേദിയല്ല. ഇത് ബഹുമാനപ്പെട്ട ഈ മഹല്ലിന്റെ ആത്മീയ നേതൃത്വം ഹാഫിദ് അബ്ദുസ്സലാം ഉസ്താദ് അവറുകളുടെ വേദിയാണ്. അടിയന്തരമായി ഉസ്താദ് അവറുകൾക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഉസ്താദിന്റെ പ്രതിനിധിയായിട്ട് ഞാൻ വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഈ സംഘടനയെ സംബന്ധിച്ച് പരിമിതമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഈ 6 വർഷത്തിനിടയ്ക്ക് അവർ 50 ലക്ഷത്തോളം രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അതെല്ലാം പിരിഞ്ഞു കിട്ടിയത് ഈ അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് മാത്രമാണ്. ദൂരേക്കൊന്നും ഇതിന്റെ സാമ്പത്തിക സ്വരൂപണത്തിനായി ഇവർ പോയിട്ടുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെല്ലാം നിങ്ങൾ കൊടുത്തതും ഈ നാട്ടുകാർ കൊടുത്തതുമാണ്. ഇനിയും ഇത്തരം നന്മകളിൽ നിങ്ങൾ നന്നായി സഹകരിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. പരിശുദ്ധമാകുന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, ഇസ്ലാമിന്റെ തത്വങ്ങൾ തന്നെ മറ്റുള്ളവരെ പരനെ സഹായിക്കുക എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ അടിസ്ഥാന കർമ്മമാണ് നിസ്കാരം. ഒരു മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായത് നിസ്കാരമാണെന്ന് നാം എല്ലാവരും മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുമ്പോൾ ഹനഫി മദ്ഹബ് പ്രകാരം ഫാത്തിഹ ഓതേണ്ടതില്ലെങ്കിലും അടിസ്ഥാനപരമായി ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഫാത്തിഹ ഇമാമ് വഹിക്കുമെന്ന് മാത്രം. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴെല്ലാം നാം ഫാത്തിഹ ഓതണം. സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ നമ്മൾ ഓതുന്നുണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതിന്റെ അർത്ഥം ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നെ മാത്രം ദൈവമായി മനസ്സിലാക്കി അറിഞ്ഞ് ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുന്നു. അടിസ്ഥാനപരമായ എല്ലാ സഹായങ്ങളും സത്താപരമായ എല്ലാ സഹായങ്ങളും നിന്നിൽ നിന്ന് മാത്രമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടും. നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നാണ് ഓതുന്നത്. അഥവാ എല്ലാ മനുഷ്യരെയും നാം നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും നിന്നെ അനുസരിക്കുന്നവരാണ്, അതല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും നിന്നെ അനുസരിക്കാൻ നിർബന്ധിക്കപ്പെട്ടവരാണ്, ഞങ്ങൾ എല്ലാവരും നിന്നെ അനുസരിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള വചനമാണ് നാം നിസ്കാരത്തിൽ പറയുന്നത്. മഹാനായിരിക്കുന്ന ഇമാം റാസി റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നുണ്ട്, ഫകഅന്നഹു സഅ ഫീ ഇസ്ലാഹി മുഹിമ്മാത്തിൽ മുസ്ലിമീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന വിശുദ്ധമായ ആയത്ത് ഓതുമ്പോൾ മുസ്ലിം പൊതുസമൂഹത്തെ ഉൾക്കൊള്ളിക്കുക എന്ന ചിന്ത ഒരാളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ മുസ്ലിം പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ ഖൈറിന് വേണ്ടി പ്രവർത്തിച്ചവനെ പോലെയായി അവൻ എന്ന് മഹാനായിരിക്കുന്ന ഇമാമുന റാസി റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നുണ്ട്. ഈ നിസ്കാരം നാം തുടർന്ന് വരുമ്പോ അത്തഹിയ്യാത്ത് ഓതും. ഹനഫി മദ്ഹബ് പ്രകാരം അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു വത്വയ്യിബാത്തു എന്ന് തുടങ്ങുന്ന അത്തഹിയ്യാത്താണ്. അതിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് നാം പറയലുണ്ട്. എന്താ അതിന്റെ അർത്ഥം? അസ്സലാമു അലൈനാ, നമ്മുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സജ്ജനങ്ങളായ അനുസരണയുള്ള അടിമകളുടെ മേലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രക്ഷയുണ്ടാവട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോ മുസ്ലിം പൊതുസമൂഹത്തെ മുഴുവൻ അത്തഹിയ്യാത്തിലും നാം ഉൾക്കൊള്ളുന്നുണ്ട്. അത്തഹിയ്യാത്ത് ഓതേണ്ടതാണല്ലോ, ഫാത്തിഹയും ഓതേണ്ടതാണല്ലോ. അപ്പൊ മുസ്ലിം പൊതുസമൂഹത്തെ നാം പരമാവധി ഉൾക്കൊള്ളുന്നുണ്ട്. ഇതാണ് നിസ്കാരത്തിന്റെ അവസ്ഥ. അത് കഴിഞ്ഞ് തൊട്ട് ഉടനെ നിങ്ങൾ നോക്കൂ, നോമ്പ്, പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞതേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളെയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമായ റമളാൻ മുന്നോട്ട് വെക്കുന്നത്, വിശുദ്ധമായ റമളാനിന്റെ നാമങ്ങളിൽ ഒന്ന് ഷഹറുൽ മുബാസാത്ത് എന്നാണ്. മറ്റുള്ളവരെ പരിഗണിക്കുക, പരനെ പരിഗണിക്കുക, അവരന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുക. ഇത് വിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വസിക്കുന്നവർ
ഇസ്ലാമിന്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർ, യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരെ പരിഗണിക്കണമെന്നാണ് നാം പറഞ്ഞു വരുന്നത്. സക്കാത്തും അങ്ങനെയാണ്. മറ്റുള്ളവരെ പരിഗണിക്കലാണ് സക്കാത്ത്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കലാണല്ലോ സക്കാത്ത്. സ്വതക്കയും അങ്ങനെ തന്നെയാണ്. മഹാനായിരിക്കുന്ന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുത്താൽ ഒരു സമ്പന്നന്റെ ബാധ്യത വീടുകയില്ല. ഒരു സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം അയാൾക്കും കുടുംബത്തിനും ജീവിക്കുവാൻ ഉതകുന്നതാകുന്ന, അയാളുടെ ബിസിനസിന് മതിയാകുന്നതാകുന്ന തുക കഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ് എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇത്തരത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം അപരനെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അങ്ങയെ ഏറ്റവും ഉത്തമമായ, ഏറ്റവും പരിപൂർണമായ, ഏറ്റവും പരിശുദ്ധമായ സ്വഭാവത്തിന്മേലാണ് നാം നിലനിർത്തിയിരിക്കുന്നത്. ഏറ്റവും ഉന്നതമായ സ്വഭാവമായിരുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ഈ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ വിഷമങ്ങൾ ശമിപ്പിക്കുന്നതിനു വേണ്ടി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കുന്നതിനു വേണ്ടി പല ഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഇറക്കിയ ഒരു സൂറത്താണ് സൂറത്തുൽ ദുഹ. സൂറത്തുൽ ദുഹയുടെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സായില ഫലാ തൻഹർ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. നബിയേ, ഹബീബേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ സംസാരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന ഹബീബായ തങ്ങളുടെ ഹൃത്തടത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. അനാഥനെ അകറ്റരുത് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കൽപ്പനയാണ്, അനാഥരെ, അശരണരെ അകറ്റി നിർത്തരുത്, അവരെ ചേർത്ത് നിർത്തണം, അവരെ ചേർത്ത് പിടിക്കണം, അവരെ സഹായിക്കണം, അവർക്ക് വേണ്ടതാകുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടുന്നവരെ നിങ്ങൾ ഓടിക്കാൻ പാടില്ല. അങ്ങയുടെ അടുക്കലേക്ക് വന്ന് കരങ്ങൾ നീട്ടുന്ന മനുഷ്യരെ അങ്ങൊരിക്കലും ഓടിക്കല്ല നബിയേ. വിശുദ്ധമായ ഖുർആൻ ഈ രണ്ട് ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഇസ്ലാം എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന്. അഥവാ നാം ആദ്യം പറഞ്ഞതുപോലെ മറ്റുള്ളവരെ പരിഗണിക്കുക, ഇല്ലാത്തവർക്ക് ഉള്ളവർ കൊടുക്കുക, രോഗികളെ ശുശ്രൂഷിക്കുക, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കുക, അനാഥരെ ഇല്ലായ്മ അറിയിക്കാതെ അവരെ വളർത്തി സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ മുന്നിലേക്ക് ആവശ്യം പറഞ്ഞ് കരങ്ങൾ നീട്ടുന്ന ആവശ്യക്കാരായ മനുഷ്യരെ പരിഗണിക്കുക. ഇതാണ് വിശുദ്ധമായ ഇസ്ലാം. സാമൂഹികപരമായി ചിന്തിക്കുമ്പോൾ ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളെയും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ വസ്തുത. നിങ്ങൾ നോക്കൂ, ഇന്നത്തെ സാഹചര്യം എന്താണ്? വർഗീയത പറഞ്ഞുകൊണ്ട്, ജനങ്ങളെ തമ്മിലടുപ്പിച്ചുകൊണ്ട്, രാഷ്ട്രീയമായി നിലനിൽപ്പിന് വേണ്ടി, ഏതാനും വോട്ടുകൾ നേടുന്നതിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നതായ സാഹചര്യമാണെന്നുള്ളത്. എല്ലാവരും പരിശുദ്ധമാകുന്ന ഇസ്ലാമിനെയാണല്ലോ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. 6-ാം നൂറ്റാണ്ടിലെ മതം, ജനങ്ങളോട് അക്രമം പ്രവർത്തിക്കുന്ന മതം, ജനങ്ങളെ സഹായിക്കാൻ പാടില്ലെന്ന് പറയുന്ന മതം, അന്യമതസ്ഥരെ അകറ്റി നിർത്തണമെന്ന് പറയുന്ന മതം. ഇത്തരത്തിൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ മേൽ കുതിര കയറുന്നതിന് വേണ്ടി എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കാൻ, ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ്. എല്ലാ വശത്തു നിന്നും വിശുദ്ധമാകുന്ന ഇസ്ലാമിനു മേൽ കൂരമ്പുകൾ അയച്ചുകൊണ്ടേയിരിക്കാൻ.
നിങ്ങൾ നോക്കൂ, എല്ലാ മതത്തിൽ നിന്നും ആളുകൾ പുറത്തു പോകുന്നുണ്ട്. ഹൈന്ദവ മതത്തിൽ നിന്ന് മതം ഉപേക്ഷിച്ചു പോകുന്നവരുണ്ട്, ക്രൈസ്തവ മതം ഉപേക്ഷിച്ചു പോകുന്നവരുണ്ട്, ബുദ്ധമതം ഉപേക്ഷിച്ചു പോകുന്നവരുണ്ട്, ജൈനമതം ഉപേക്ഷിച്ചു പോകുന്നവരുണ്ട്, ഇസ്ലാമും ഉപേക്ഷിച്ചു പോകുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എല്ലാ മതങ്ങളിൽ നിന്നും ആ മതങ്ങളുടെ ശാദ്വല തീരത്ത് നിന്ന് പുറത്തു പോകുന്ന ആളുകളുണ്ട്. പക്ഷേ എക്സ് ഹിന്ദു ഇല്ല, എക്സ് ക്രിസ്ത്യാനി ഇല്ല, എക്സ് ബുദ്ധൻ ഇല്ല. പിന്നെ എന്താ ഉള്ളത്? എക്സ് മുസ്ലിംസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധമാകുന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതാകുന്ന ആശയങ്ങളെയും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതാകുന്ന തത്വങ്ങളെയും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നതാകുന്ന ആ ഒരു ശാസ്ത്രീയമായ കാര്യങ്ങളെയും എതിർക്കുവാൻ, ഇല്ലാതെയാക്കുവാൻ, വെല്ലുവിളിച്ച് തോൽപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. മാങ്ങയുള്ള മാവിലേക്ക് മാത്രമേ ആളുകൾ കല്ലെറിയൂ. വിശുദ്ധമായ ഇസ്ലാമിന് മേൽ മാത്രമാണ് എല്ലാ ആരോപണങ്ങളും പടച്ചുവിടുന്നത്. അതിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം, നാം മുറുകെ പിടിച്ചിരിക്കുന്ന പരിശുദ്ധമാകുന്ന മതം അത് എപ്പോഴും ഉയർന്നു നിൽക്കുന്നതാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തിയുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ പരിപൂർണമായ, അള്ളാഹു അംഗീകരിച്ച, അള്ളാഹു സ്വീകരിച്ച, അള്ളാഹു തൃപ്തിപ്പെട്ട ഒരേ ഒരു മതം പരിശുദ്ധമാകുന്ന ഇസ്ലാമാണെന്ന് വിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാകുന്ന ഇസ്ലാമിന്റെ വലിപ്പവും മഹത്വവും മനസ്സിലാക്കി അടിയുറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ വിശുദ്ധമാകുന്ന ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അപരനെ അവഗണിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്, അന്യമതസ്ഥനെ അകറ്റി നിർത്തണമെന്നാണ് ഇസ്ലാം പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ സോഷ്യൽ മീഡിയകളിൽ കരിവാരിത്തേക്കുന്നവർ സത്യത്തിൽ ഇസ്ലാമിനെ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ട് അറിയാത്തതുപോലെ അഭിനയിക്കുകയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുന്നുണ്ട്, അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് സംസാരിക്കുകയാണ്, അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണയുള്ള മനുഷ്യരെ, കരുണയുള്ളവരെ, യർഹമുഹുമുർ റഹ്മാൻ. നിങ്ങൾക്ക് അല്ലാഹു കരുണ ചെയ്യുന്നതാണ്, നിങ്ങളോട് സൃഷ്ടാവായ അല്ലാഹു കരുണ കാണിക്കുന്നതാണ്. ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഇർഹമു മൻ ഫിൽ അർളി. സൃഷ്ടാവായ അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കണമെങ്കിൽ അല്ലാഹു മുന്നോട്ട് വെക്കുന്നതാകുന്ന നിബന്ധന ഒന്നു മാത്രമാണ്, ഇർഹമു മൻ ഫിൽ അർളി. ആകാശ ലോകത്തുള്ള നിയന്ത്രണങ്ങൾ അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള മാലാകമാർ നിങ്ങളോട് നന്നായി പെരുമാറണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന നിബന്ധന ഒന്നു മാത്രമാണ്, ഇർഹമു മൻ ഫിൽ അർളി. ഭൂമിയിലുള്ള നിങ്ങളുടെ സഹജീവികളോട് നിങ്ങൾ കരുണ കാണിക്കൂ, യർഹംഹും മൻ ഫിസ് സമാ. മേലെ സ്ഥാനീയനായ അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് മഴ തരുന്നതിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ നിങ്ങളിലേക്ക് മഴയെ അയക്കുന്നതാണ്. നിങ്ങളുടെ കൃഷികളെ അല്ലാഹു നന്നാക്കി തരുന്നതാണ്. ആകാശലോകം കൈകാര്യം ചെയ്യുന്ന മലക്കുകളെല്ലാം നിങ്ങളോട് നന്നായി പെരുമാറുന്നതാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. ഇവിടെ ഒരുപാട് സാധുക്കളെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണല്ലോ. അത്തരത്തിലാണ് ഞാൻ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നീട്ടിപ്പരത്താനൊന്നും നമുക്ക് സമയമില്ല. കുട്ടികളുടെ ദഫ് കാണാൻ രക്ഷിതാക്കൾ എത്തിയിട്ടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥമായ നിലയിൽ പരിശുദ്ധമാകുന്ന ഇസ്ലാമിൽ അടിയുറച്ചു നിന്ന് ഈമാനോടുകൂടി മരണം വരിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, വിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എത്ര വിശാലമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അക്രിം ജാറക വലൗ കാന കാഫറ. എത്ര ഗൗരവമുള്ള വചനമാണ്. നിന്റെ അയൽവാസി, അക്രിം ജാറക, നിന്റെ അയൽവാസിയെ നീ ബഹുമാനിക്കണം, നീ ആദരിക്കണം. വലൗ കാന കാഫറ, അവൻ അവിശ്വാസിയാണെങ്കിലും. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ അയൽവാസി അന്യമതസ്ഥനാണ്, മുസ്ലിം അല്ല, അല്ലെങ്കിൽ അവൻ നിരീശ്വരവാദിയാണ്. എല്ലാ ഈശ്വര വിശ്വാസങ്ങളെയും തള്ളിക്കളയുന്നവരും ആക്ഷേപിക്കുന്നവനുമാണ്. ഇസ്ലാമിനെ നിരന്തരമായി തെറി പറയുന്ന ആളാണ്. എങ്കിലും അക്രിം ജാറക്, നിന്റെ അയൽവാസിയെ നീ ബഹുമാനിക്കണം. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അയൽവാസിയെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ നിന്റെ അയൽവാസിക്ക് നീ കാരണം സുരക്ഷിതത്വ ബോധമുണ്ടാവണം. അവൻ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ അവന് സമാധാനം ഉണ്ടാകണം. എന്റെ അയലത്ത് താമസിക്കുന്നത് ഒരു മുസ്ലിമാൻ, എന്റെ ഭാര്യയും മക്കളും അവരുടെ വീട്ടിൽ, എന്റെ വീട്ടിൽ സ്വസ്ഥമായി സുരക്ഷിതമായി അന്തി ഉറങ്ങുന്നുണ്ട് എന്ന ഒരു സുരക്ഷിതത്വ ബോധം നിന്റെ അയൽവാസിയായ അമുസ്ലിമിന്, ഇസ്ലാമിനെ എതിർക്കുന്നവന് ഉണ്ടാകണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വിശാലമായ കാഴ്ചപ്പാടാണിത്. അങ്ങനെ ബഹുമാനിച്ചാൽ മാത്രം മതിയോ? നിന്റെ വീട്ടിൽ ഒരു നല്ല ഭക്ഷണം പാകം ചെയ്താലോ, ഇദാ തബഖ്ത മറഖതൻ ഫഅക്തിർ മാഅഹാ വതഅഹദ് ജീറാനക, നിന്റെ വീട്ടിൽ നല്ല ഒരു കറി ഉണ്ടാക്കി. പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലോ, നിന്റെ വീട്ടിൽ നല്ല ഒരു കറി ഉണ്ടാക്കി, ഇറച്ചിക്കറി ഉണ്ടാക്കി, മാംസം പാകം ചെയ്തു. നിന്റെ അയൽവാസിയുടെ വീട്ടിൽ ഏതാണ് ഭക്ഷണം എന്നറിയില്ല, അവിടുന്ന് വിസിലൊക്കെ അടിക്കുന്നുണ്ട്, അത് കടല വെള്ളത്തിലിട്ടിട്ടായിരിക്കും. അയൽവാസിയുടെ വീട്ടിലുള്ള ഭക്ഷണം ഏതാണെന്ന് നീ അന്വേഷിക്കണം. നീ അന്വേഷിച്ചതിന് ശേഷം നിന്റെ വീട്ടിലുണ്ടാക്കുന്ന കറി രുചികരമാണെങ്കിൽ അതിലേക്ക് വെള്ളം കൂടുതൽ ഒഴിക്കുകയും അതിന്റെ ഒരു വിഹിതം നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യണം. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര വിശാലമായ ആശയാദർശങ്ങൾ മുന്നോട്ട് വെക്കുന്ന മതമാണ് വിശുദ്ധമായ ഇസ്ലാം. നാം പരിശുദ്ധമാകുന്ന ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ ഒരു 10 പേരെങ്കിലും ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് വരാൻ തയ്യാറായാൽ അതല്ലേ നമ്മുടെ ജീവിത സാഫല്യം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്കറിയില്ലേ, മഹാനായിരിക്കുന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇവിടെ ഹനഫി മതക്കാരല്ലേ അധികവും, മഹാനായിരിക്കുന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബിന്റെ ഇമാമാണ്, ഇമാമുൽ ആളമാണ്, ഇമാമുകളിൽ ഏറ്റവും ഉന്നത സ്ഥാനീയനാണ്. മഹാനായിരിക്കുന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഈ കാണുന്ന പ്ലാവ് സ്വർണത്തിന്റെ തൂണാണെന്ന് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചാൽ മൂപ്പരത് സംസാരിച്ച് സംവദിച്ച് സ്ഥാപിച്ചിരിക്കുമെന്ന് ഇമാമുകൾ വിശദീകരിക്കുന്നുണ്ട്. അത്ര വിജ്ഞാനത്തിന്റെ ഭണ്ഡാരമായിരുന്നു മഹാനായിരിക്കുന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. മഹാനായിരിക്കുന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മഹാനർക്ക് ഒരു അയൽവാസിയുണ്ട്, ജൂതനായ അയൽവാസിയാണ്. മഹാനായിരിക്കുന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന ആളാണ്. രാത്രിയിൽ ഉറക്കമില്ല. 40 വർഷം ഇശാഇനി എടുത്ത വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ച മഹാനാണ് മഹാനായിരിക്കുന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. മഹാനായിരിക്കുന്ന ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നാം പാടാറും പറയാറുമുണ്ട്. ബഹുമാനപ്പെട്ടവർ 40 വട്ടം ഇശാഇനെടുത്ത വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ചവരാണ്. 40 വർഷം ഇശാഇനെടുത്ത വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ചവരാണ്. എന്ന് പറഞ്ഞാൽ ഇശാ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയിട്ട് സുബഹിക്ക് വുളൂ ചെയ്യാതെ നിസ്കരിക്കുമെന്നല്ല, രാത്രിയിൽ നിന്ന് നിസ്കരിച്ചവരാണവർ, ഇബാദത്തിൽ കഴിഞ്ഞവരാണവർ. അതുപോലെ അതിനേക്കാൾ മുകളിലല്ലേ മഹാനായിരിക്കുന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, വലിയൊരു മദ്ഹബിന്റെ കാരണവരല്ലേ, മുടിചൂടാ മന്നനല്ലേ മഹാനായിരിക്കുന്ന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന ശീലമുണ്ട്. മഹാനരുടെ അയൽവാസി ഒരു ജൂതനാണ്, അയാൾ കൊല്ലനാണ്. ആയുധപ്പുരയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തതിന് ശേഷം വൈകുന്നേരമാകുമ്പോൾ അല്പമൊന്ന് മിനുങ്ങിയിട്ട് അയാൾ വീട്ടിലേക്ക് വന്ന് നേരം വെളുക്കുന്നത് വരെ അങ്ങ് പാട്ടാൻ. അബൂ ഹനീഫ ഇമാമിന്റെ അയൽവാസിയായി ജൂതനായ മനുഷ്യർ അങ്ങനെയാണല്ലോ, കടുപ്പമുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർ വൈകുന്നേരം ഒന്ന് പോയി മിനുങ്ങുന്നവരുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വൈകുന്നേരം ഇയാൾ പോയി മിനുങ്ങിയതിനു ശേഷം വീട്ടിലൊന്ന് വരും, വന്നിട്ട് രാവിലെ വരെ പാട്ടാണ്. എന്താ മൂപ്പര് പാടുക? അല്ലാഹു നീ വഅയ്യഫതൻ അല്ലാഹു ലിയൗമി കരീഹതിൻ വസദാദി സഗ്രി. ഇയാള് രാവിലെ വരെ ഈ 2 വരി ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കാൻ. അല്ലാഹു നീ വഅയ്യഫതൻ അല്ലാഹു ലിയൗമി കരീഹതിൻ വസദാദി സഗ്രി. എന്താ ഇതിന്റെ അർത്ഥം? ഇയാള് ഒരു ആലയിൽ പണിയെടുക്കുന്ന ആളാണ്. അവിടെ അയാൾ ആയുധം നിർമ്മിക്കലാണ് ഇയാളുടെ പരിപാടി. ആയുധം നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? യുദ്ധത്തിന് വേണ്ടിയാണ്. യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ആയുധം നിർമ്മിക്കുന്നത്. ഈ ദേഷ്യവും വേദനയും കാരണം അയാൾ ഇങ്ങനെ പാടുകയാണ്, അല്ലാഹു നീ വഅയ്യഫതൻ അല്ലാഹു, ഈ ശക്തനായ യുവാവിനെ എല്ലാവരും കൂടി നശിപ്പിച്ചു കളഞ്ഞല്ലോ, ഇല്ലാതെയാക്കിയല്ലോ. ലിയൗമി കരീഹതിൻ വസദാദി സഗ്രി,
ഏതെങ്കിലും കാലത്ത് അതിർത്തി പ്രദേശങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിന് ആയുധം തയ്യാറാക്കുന്നതിന് വേണ്ടി ഈ ആരോഗ്യ ദൃഢഗാത്രനായ യുവാവിനെ ഈ സമൂഹം നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഇയാള് രാത്രി മുതൽ രാവിലെ വരെ ഇത് തന്നെ പാട്ട്. അബൂ ഹനീഫ ഇമാമിന് റളിയല്ലാഹു അൻഹു എന്ന് പറയണം. സുന്നത്തുണ്ട് കേട്ടോ, തർളിയത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. മഹത്തുക്കളുടെ പേരിനൊപ്പം തർളിയത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. അതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹു ചേർത്ത് പറയുന്നത്. ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്നോ റഹ്മത്തുള്ളാഹി അലൈഹി എന്നോ ഒക്കെ പറയാം. അബൂ ഹനീഫ ഇമാമിന് തന്നെ ശീലമായി എന്നും രാത്രി നിസ്കരിക്കുമ്പോ ഈ കണ്ടക്ടർക്ക് ഒന്ന് അനങ്ങിയാലല്ലേ അയാൾക്ക് ടിക്കിടാൻ പറ്റൂ. വീട്ടിൽ വന്നാലും മേശ ഒന്ന് കുലുക്കി കൊടുക്കണം, ഭാര്യയോട് പറയും പോലും എന്നൊക്കെ പഴയ ആളുകൾ തമാശ പറയലുണ്ട്. വീട്ടിലേക്ക് വന്ന് എന്തെങ്കിലും എഴുതണമെങ്കിൽ ഒന്ന് ഡെസ്ക് ഒന്ന് കുലുക്കിത്താ, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. പഴയ കണ്ടക്ടറുടെ ശൈലി അങ്ങനെയാണ്. അപ്പോ അതുപോലെ അബൂ ഹനീഫ ഇമാമിന് എന്നും ഇത് കേട്ടിട്ട് അങ്ങ് ചേലായി. എന്നും ഇത് ഇയാളുടെ പാട്ട് രാത്രി മുതൽ രാവിലെ വരെ നീളുന്ന ഈ പാട്ട് അബൂ ഹനീഫ ഇമാം ഇങ്ങനെ ആസ്വദിക്കാറുമുണ്ട്. ഒരു ദിവസം നോക്കുമ്പോ അത് ആ പാട്ട് കേൾക്കുന്നില്ല, അനക്കമൊന്നുമില്ല അയലത്തെ വീട്ടിൽ നിന്ന്. ബഹുമാനപ്പെട്ടവർക്ക് ബേജാറായി, എന്ത് സംഭവിച്ചു എന്റെ അയൽക്കാരന്? ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ രാത്രിയിൽ നിസ്കാരം ഒഴിവാക്കിയിട്ട്, നിസ്കാരം അവിടെ നിർത്തിയിട്ട് തന്റെ കോവർ കഴുതയുടെ പുറത്ത് കയറി അയലത്തെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ആളില്ല. അബൂ ഹനീഫ ഇമാം ചന്തയിലൂടെ കറങ്ങുകയാണ്, റോഡിൽ കൂടി കറങ്ങുകയാണ്. എന്ത് സംഭവിച്ചു എന്നറിയില്ല. അങ്ങനെ വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോ പോലീസുകാരെ കാണുന്നു, രാജാവിന്റെ കിങ്കരന്മാരെ കാണുകയാണ്, അന്നത്തെ ഖലീഫയുടെ കിങ്കരന്മാരെ കാണുകയാണ്. അവരോട് ചോദിച്ചു, ഇന്ന ആളെ സംബന്ധിച്ച് വല്ല വിവരവും ലഭിച്ചോ? അബൂ ഹനീഫ ഇമാമിനോട് അവർ മറുപടി പറഞ്ഞു, ഇന്ന് കുടിച്ചതൽപ്പം കൂടിപ്പോയി, വഴിയിൽ വീണുപോയി, രാജാവിന്റെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ അടച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തന്റെ കോവർ കഴുതയുടെ പുറത്ത് രാജാവിന്റെ അടുക്കലേക്ക്, ഖലീഫയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഖലീഫയുടെ കവാടത്തിൽ നിൽക്കുകയാണ്. പറാവുകാര് രാജാവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുന്നു, ഖലീഫയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുന്നു, ഇമാം അബൂ ഹനീഫ ഇതാ നിങ്ങളെ തേടി വന്നിരിക്കുന്നു. അബൂ ഹനീഫ ഇമാമ നിങ്ങളെ തേടി വന്നിരിക്കുന്നു. അബൂ ഹനീഫ എന്നെ തേടി വരാനോ? ആ ഇൽമിന്റെ ഭണ്ഡാരമായ അബൂ ഹനീഫ ഒരിക്കൽ പോലും ദുനിയവിയായ ഒരാവശ്യത്തിനും ഒരു സമ്പന്നനെയും ഒരധികാരിയെയും കൂസാത്ത ഒരധികാരിയുടെയും വീട്ടുപടിക്കൽ ചെല്ലാത്ത അബൂ ഹനീഫ ഇമാം എന്റെ കൊട്ടാരത്തിന്റെ മുന്നിലെത്തിയെന്നോ? അദ്ദേഹത്തെ കോവർ കഴുതയുടെ പുറത്തു നിന്ന് ഇറക്കരുത്, ആ കോവർ കഴുതയോടെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരൂ. ബഹുമാനപ്പെട്ടതാകുന്ന അബൂ ഹനീഫ ഇമാമിനെ ആ കോവർ കഴുതയോടെ ഖലീഫയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ഖലീഫ തന്റെ അടുത്തുള്ളതാകുന്ന പ്രധാനപ്പെട്ട, നിങ്ങളെ പാഴാക്കി എന്നല്ലേ എന്നും പാടുന്നത്? നിങ്ങളെ ഈ പാവപ്പെട്ടവനാകുന്ന അബൂ ഹനീഫ പാഴാക്കിയോ? ഈ ഒരൊറ്റ വചനം ചോദിച്ചതും ആ ജൂതനായ മനുഷ്യൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ശഹാദത്ത് കലിമ ചൊല്ലി പരിശുദ്ധമാകുന്ന ഇസ്ലാമിന്റെ തീരത്തേക്ക് വരികയാണ്. ഞാനിത് പറഞ്ഞത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നവർ ഇസ്ലാമിനെ നന്നായി പഠിക്കാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടും മാത്രമാണ്. അവരെ മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ തന്നെ വിശുദ്ധമാകുന്ന ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ട നിലയിൽ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഒക്കെ നമുക്ക് ഈ പാത കാണിച്ചു തന്നത് അവരനെ പരിഗണിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, അവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകണം എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇത്തരത്തിൽ മറ്റുള്ളവരെ പരിഗണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയോട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇത്തഖിന്നാറ വലൗ ബിശഖി തംറ. ആയിഷ, ഒരു കീർ കാരക്ക കൊണ്ടെങ്കിലും നീ നരകത്തെ സൂക്ഷിച്ചു കൊള്ളണേ. ഒരു കഷ്ണം കാരക്ക, ഒരു കീർ കാരക്ക കൊണ്ടെങ്കിലും നീ നരകത്തെ സൂക്ഷിക്കണേ. ആയിഷ റളിയല്ലാഹു അൻഹയോട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കീർ കാരക്ക കൊടുത്താൽ മതി, സ്വർഗം ലഭിക്കും. ഒരുപാട് സ്വത്തുണ്ട്, ഇനി നാളെ മുതൽ കാരക്ക കൊടുക്കണമെന്നല്ല പറഞ്ഞു വരുന്നത്. ഇല്ലാത്തവൻ ഇല്ലാത്തതുപോലെ കൊടുക്കണം.
10 രൂപ കയ്യിലുള്ളവൻ 1 രൂപ കൊടുക്കുന്നതിന് പവറുണ്ട്, വിലയുണ്ട്. ഒരാളുടെ കയ്യിൽ 10 രൂപയുണ്ട്, അയാൾക്ക് ആ 10 രൂപയും ആവശ്യമുണ്ട്. അപ്പോ 1 രൂപ ഒരാൾക്ക് കൊടുക്കുന്നു, അപരന്റെ ആവശ്യത്തെ കൂടി തന്നെ കൊണ്ട് കഴിയുന്ന തരത്തിൽ പരിഗണിക്കുന്നു, അതിന് വിലയുണ്ട്. ഈ പകുതി കാരക്കയുടെ ഫലം ചെയ്യും. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു ചരിത്രം കേട്ടോ. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ജോലിയൊക്കെ ചെയ്ത് ഞാനൊരു പരുവമായി, ഞാൻ കൊച്ചു പെണ്ണല്ലേ, ശരീരത്തിന് ക്ഷീണമൊക്കെ ഉണ്ട്, സഹായിക്കാൻ ഒരാള് വേണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്തയിലേക്ക് പോയി. അന്ന് അടിമ സമ്പ്രദായം നിലനിൽക്കുന്ന കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ സഹായിക്കുന്നതിന് വേണ്ടി ഒരടിമ പെണ്ണിനെ ചന്തയിൽ നിന്നും വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെൺകുട്ടിയെയുമായി, ആ സ്ത്രീയെയുമായി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് പ്രവേശിക്കേണ്ട താമസം നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശ ലോകത്തിൽ നിന്ന് ഹബീബായ തങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ഉഖ്റുജു ഹാദിഹിൽ ജാരിയത മിൻ ബൈതിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ വീട്ടിലേക്ക് ആയിഷ ബീവിയെ സഹായിക്കാൻ അങ്ങ് കൊണ്ടുവന്ന പെണ്ണുണ്ടല്ലോ, അങ്ങ് ചന്തയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നതാകുന്ന ആ സ്ത്രീയുണ്ടല്ലോ, അവൾ മ്ലേച്ഛയായ സ്ത്രീയാണ്, മോശത്തരം ചെയ്യുന്ന പെണ്ണാണ്, അനാശാസ്യവുമായി ഏർപ്പെടുന്ന പെണ്ണാണ്. അവൾ നരകത്തിന്റെ അവകാശിയാണ് നബിയെ. അതുകൊണ്ട് ഉഖ്റുജു മിൻ ബൈതിക, അങ്ങയുടെ വീട്ടിൽ നിന്ന് അവളെ പറഞ്ഞു വിടണം. അങ്ങയുടെ അടുക്കലേക്ക് റഹ്മത്തിന്റെ മാലാഖമാര് വഹയുമായി സ്ഥിരമായി ഞാനും വരാറുണ്ട്. ആ വീട്ടിന് യോജിച്ച പെണ്ണല്ല ഈ കടന്നു വന്ന പെണ്ണ്. അതുകൊണ്ട് അവളെ എത്രയും വേഗം വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം നബിയെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഓർഡറാണ്, അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതനുസരിച്ച് ആ പെണ്ണിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നതാകുന്ന സമയത്ത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ കയ്യിലേക്ക് ഒരു കാരക്ക കൊടുത്തു. ഒരു കാരക്ക ആ സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുത്തു. ആ കാരക്കയിൽ നിന്നും അവർ 2ആയി പകുത്ത് ഒരു കീറ് കഴിച്ചു. കഴിച്ചതിന് ശേഷം മറ്റൊരു ഭാഗം, മറ്റൊരു കീറ്, ഒരു കാരക്ക എത്രയുണ്ട് അതിന്റെ പകുതി അവർ തന്റെ കയ്യിൽ പിടിച്ചിട്ട് നടന്നു പോവുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ആ പെണ്ണ്, ആ സ്ത്രീ പോകുന്നത് ഇങ്ങനെ കണ്ണും നട്ട് നോക്കി നിൽക്കുകയാണ്. ആ സ്ത്രീ നടന്നു പോകവേ ഒരു മനുഷ്യൻ, യാചകനായ ഒരു മനുഷ്യൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് പോയതാകുന്ന ആ പെണ്ണിന്റെ അടുക്കലേക്ക് വന്നു. കൈ നീട്ടി ഇവരുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പകുതി കാരക്ക അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. തന്റെ കയ്യിൽ ശേഷിച്ചതാകുന്ന പകുതി കാരക്ക ആ യാചകനായ മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും വരികയാണ്. വന്നിട്ട് തിരിച്ചുപോയ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും ഇറങ്ങി വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയെ, അങ്ങയുടെ വീട്ടിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വിടാൻ പറഞ്ഞ പെണ്ണുണ്ടല്ലോ, അവളെ തിരിച്ചു വിളിച്ചോ നബിയേ. ഫഇന്നഹാ മിൻ അഹ്ലിൽ ജന്നാ, അവളാ ഒരു കീറ് കാരക്ക കൊണ്ട് സ്വർഗത്തിന് അർഹയായി പോയി. അവൾക്ക് ആവശ്യമുണ്ടായിരിക്കെ, ആ കാരക്ക അവൾക്ക് കഴിക്കാനുള്ള വിശപ്പുണ്ടായിരിക്കെ, അവളുടെ പശിയടയ്ക്കാൻ ആ കാരക്കയ്ക്ക് കഴിയാതിരിക്കെ അവൾ മറ്റൊരാളെ പരിഗണിച്ചു. തന്റെ കയ്യിലിരുന്ന പകുതി കാരക്ക വന്നതാകുന്ന യാചകനായ മനുഷ്യന് കൊടുത്തു. ഫഇന്നഹാ മിൻ അഹ്ലിൽ ജന്നാ ബിതിൽക സ്വദഖ, ആ കൊടുത്ത സ്വദഖ കാരണത്താൽ നരകത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ആ പെണ്ണിനെ സ്വർഗത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു കഴിഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് പറയാ, വന്നു പോയി സെക്കൻഡുകളായിട്ടില്ല, തിരിച്ചു വരികയാണ്. പറഞ്ഞു വിട്ട പെണ്ണിനെ തിരിച്ചു വിളിക്കൂ നബിയെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്നുള്ള ഓർഡറുമായിട്ടാണ് വരുന്നത്. ഇതിനത് പറഞ്ഞത് അരക്കേറ് കാരയ്ക്ക് കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം അറിയുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ചെയ്യുന്ന നന്മകൾ വളരെ ഗൗരവമുള്ളതാണ്.
വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ആവശ്യക്കാരായിരിക്കെ മറ്റുള്ളവരെ പരിഗണിക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മകളെയും ചെറുതായി കാണല്ല. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നന്മയെയും ചെറുതായി കാണരുത്. ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ അന്യ സ്ത്രീകൾ അന്യ ആണുങ്ങളുടെ നോക്കി ചിരിക്കണമെന്നല്ല പറഞ്ഞു വരുന്നത്. ചിരിക്കേണ്ടവരോട് ചിരിക്കുക, അതൊരു നന്മയാണ്. നമ്മൾ വഴിയിലൂടെ നടന്നു പോകുന്നു, വഴിയിൽ കൂടി സഞ്ചരിക്കുന്നു. ഇമാത്തത്തുൽ അദാനി ത്വരീഖ്, വഴിയുടെ നടുവിൽ ഒരു കല്ല് കിടക്കാൻ, അതിൽ തട്ടിയാൽ ബൈക്കുകാരൻ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. കാലുകൊണ്ടൊന്ന് ചവിട്ടി നീക്കാം, അതൊരു സ്വതക്കയാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഒരു വൃക്ഷം നട്ടു, അതിൽ നിന്ന് വഴിയിൽ കൂടി സഞ്ചരിക്കുന്ന മനുഷ്യർ തണലുകൊള്ളുന്നു, അതും സ്വതക്കയാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം നട്ടലാകുന്ന മാവിൽ നിന്ന് കിളികൾ കഴിക്കുന്നു. ഓരോ കിളികൾ ഓരോ മാങ്ങയിൽ നിന്ന് കഴിക്കുമ്പോഴും അതെല്ലാം സ്വതക്കയാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിൽ ചെറിയ ചെറിയ നന്മകൾക്കും വലിയ വലിയ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം അതിന്റെ തണുപ്പ് നമ്മിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. റഹീം എന്നതാകുന്ന ഒരു സഹോദരൻ വധശിക്ഷ വിധിക്കപ്പെട്ട് പ്രവാസ ലോകത്ത് 18 വർഷമായി ജയിലിൽ കഴിയുന്ന മനുഷ്യനാണ്. 18 വർഷത്തോളമായി തന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച ഒരു അപാകത മൂലം, ഫിഖഹിന്റെ ഭാഷ വേറെയാണ്, ഞാൻ എവിടേക്ക് പോകുന്നില്ല, തന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച ഒരു പിഴവ് മൂലം, മനഃപൂർവ്വം ചെയ്തതല്ല, അതിന്റെ പേരിൽ 18 വർഷത്തോളമായി ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി കേരളം ഒന്നിച്ചു നിൽക്കാൻ 34 കോടി രൂപ എത്ര പെട്ടെന്നാണ് സ്വരൂപിച്ചത്. അതിന് മുന്നിൽ നിന്ന ആളുടെ പേര് ബോബി ചെമ്മണ്ണൂർ. ഒരു ക്രൈസ്തവനായ മനുഷ്യൻ ഒരു മുസ്ലിമിന്റെ ആവശ്യത്തിന് വേണ്ടി മുന്നിൽ നിൽക്കാൻ, ഇത് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കേരളത്തിന്റെ ഒരു കമ്മ്യൂണൽ ഹാർമണിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെന്നും നമ്മുടെ നാട്ടിൽ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ ഈ കെട്ട സാഹചര്യങ്ങളിൽ നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന തുരുത്തുകളാണ്. ഒരിക്കലും ഇവിടെ അത്തരത്തിലുള്ള ചാണകത്തിലേക്ക് ഇവിടുത്തെ മനുഷ്യർ മുങ്ങിപ്പോവുകയില്ല എന്ന പ്രതീക്ഷ നൽകുന്നതാകുന്ന തുരുത്തുകളാണ് ഇത്തരത്തിലുള്ള സഹായഹസ്തങ്ങൾ. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടു, ഈ റമദാൻ മാസത്തിൽ ഒരു വിവാഹം നടന്നു. തൃശൂർ ജില്ലയിൽ ഈ റമദാൻ മാസത്തിൽ ഒരു വിവാഹം നടന്നു. ഹൈന്ദവ കുടുംബത്തിലാണ് വിവാഹം നടന്നത്. വധുവിനും വരനും മുസ്ലിംകളായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഈ റമദാൻ കഴിഞ്ഞ ഉടനെ വരന് ഗൾഫിലേക്ക് പോവുകയും വേണം. റമദാനിൽ കല്യാണം നിശ്ചയിച്ചും കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യും? ഉച്ചയ്ക്ക് അവരുടെ ആരാധന അനുസരിച്ച്, അവരുടെ മതനിയമങ്ങൾ അനുസരിച്ച് വിവാഹം നടത്തി. വിവാഹ സൽക്കാരം നോമ്പുതുറയായിട്ടാണ് വെച്ചത്. 100 കണക്കിന് മുസ്ലിമീങ്ങൾ അവിടെ പങ്കെടുക്കാൻ. ഇത് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അള്ളാഹു ഇതെന്നും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വലിയ അത്ഭുതത്തോടുകൂടി ഇത് കണ്ടത്. എന്നിട്ട് അതിന്റെ കമന്റ് സെക്ഷൻ വായിച്ചു നോക്കിയപ്പോൾ ഇതൊക്കെ ഞങ്ങൾ 10 വർഷം മുമ്പ് എടുത്തതാ പോലും. മലപ്പുറവും കോഴിക്കോടും വയനാടും ഒക്കെ മെസ്സേജ് ഉണ്ട്. ഞങ്ങൾ 10 വർഷം മുമ്പ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു പോയതാണ്. ഇതൊക്കെ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരാൾക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇല്ലാത്തവരും ഉള്ളവരും മതമെല്ലാം മാറ്റിവെച്ച് മനുഷ്യരെന്ന നിലയ്ക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. ഈ ഒരു നല്ല സാഹചര്യം എന്നും നമ്മുടെ കേരളത്തിൽ നിലനിൽക്കാൻ വരുന്നതായ തിരഞ്ഞെടുപ്പ് പോലും നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ സമ്മതിദായക അവകാശങ്ങൾ ചിതറിപ്പോകാതെ, നമ്മുടെ സമ്മതിദായക അവകാശങ്ങൾ നമ്മുടെ ഇന്ത്യയെ തകർക്കുന്ന ഇടങ്ങളിലേക്ക് പോവാതെ ഐക്യപ്പെടേണ്ടതുണ്ട് എന്ന് സാഹചര്യവശാൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തിലും കൃത്യമായി നിലപാട് പറയുന്നുണ്ട്. ഇത്തരത്തിൽ അപാകതകൾ സംഭവിച്ച് മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യർ, അവരെ സഹായിക്കുന്നതിന്റെ വിധി എന്താണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായിരിക്കുന്ന ഇമാം ദാറഖുത്നി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ജാഅ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക്, തിരുസവിധത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ദുല്ലനി അലാ അമലിൻ യുഖർരിബുനി മിനൽ ജന്നാഹ് വയുബാഇദുനി മിനൻ നാർ.
ദുല്ലനി അലാ അമലിൻ നബിയെ, എനിക്കൊരു കർമ്മത്തിന്റെ മേലങ്ങ് അറിയിച്ചു തരണം. യുഖർരിബുനി മിനൽ ജന്ന, അതെന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും. വയുബായിദുനി മിനന്നാർ, അതെന്നെ നരകത്തിൽ നിന്ന് വിദൂരത്താക്കും. എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് വിദൂരത്താക്കുന്ന ഒരു സൽക്കർമ്മം എനിക്ക് പരിചയപ്പെടുത്തി തരൂ നബിയെ. ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ചോദിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലഖദ് കുൻത അഖ്സറതൽ ഖുതുബാ, നീ പറഞ്ഞത് ചെറിയ വർത്തമാനമാണെങ്കിലും ലഖദ് ആറൽതൽ മസ്അല, വളരെ ഗൗരവമുള്ള പ്രാധാന്യമുള്ള വിഷയമാണ് നീ ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, അഅ്തിഖിൻ നസമ, ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുക. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാളുടെ ജീവൻ രക്ഷിക്കൽ നിന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും, നരകത്തിൽ നിന്ന് വിദൂരത്താക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരത്തിലൊരു പ്രവർത്തനമല്ലേ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതിലെല്ലാം ഭാഗവാക്കായതാകുന്ന ഇതരമത സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കബൂൽ ചെയ്യുമാറാകട്ടെ. അവരുടെ ആവശ്യങ്ങൾ അല്ലാഹു നിർവഹിച്ചു കൊടുക്കുമാറാകട്ടെ. ഹിദായത്താകുന്ന അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള നന്മകൾ ചെയ്യുന്ന ഇതുപോലെയുള്ള സംഘടനകൾ, ഒരുവഴി ചാരിറ്റബിൾ സൊസൈറ്റി ഒരുപാട് വർഷമായിട്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ ഉസ്താദേ? 6 വർഷമായിട്ട് വലിയ സേവനങ്ങൾ ഈ നാട്ടിൽ അവരെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി അവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന ആളുകൾ, ഇതിന് സഹായം ചെയ്യുന്ന ആളുകൾ, നിങ്ങളല്ലേ ഇതിനൊക്കെ സഹായിക്കുക? ഈ നാട്ടുകാരായ നിങ്ങളൊക്കെ തന്നെയല്ലേ ഇതിനെല്ലാം സഹകരിക്കുന്നതും സഹായിക്കുന്നതും? അള്ളാഹു എന്നെന്നും ഇത്തരത്തിലുള്ള നന്മകളെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള നന്മകളുമായി സഹകരിക്കുന്ന ആളുകളോട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുന്നു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യളിമുഹു വലാ യുസ്ലിമുഹു, ലാ യളിമുഹു, അവൻ അവനെ ആക്രമിക്കുകയില്ല, തന്റെ സഹോദരനെ ഒരിക്കലും ആക്രമിക്കുകയില്ല. വലാ യുളിമുഹു, സിംഹത്തിന്റെ കൂട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് പോവുകയില്ല എന്ന് പറഞ്ഞാൽ ഇതാ വലാ യുളിമുഹു എന്നതിന് ഇമാമുകൾ വിശദീകരണം നൽകുന്നു. ലാ യത്റുകുഹു മാമൻ യുദീഹി, ഒരാൾ തന്റെ സഹോദരനെ അടിക്കുന്നത് കാണുകയാണ്, നമ്മൾ സൈഡിനൂടെ അറിയണ്ട, സൈഡ് വഴി ഓടി രക്ഷപ്പെടുക. അങ്ങനെ ഒരു വിശ്വാസിയായ മനുഷ്യൻ ചെയ്യുകയില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, തന്റെ ഒരു സഹോദരൻ ഒരിടത്ത് ഉപദ്രവിക്കപ്പെടുന്നത് കണ്ടാൽ, അന്യായമായി ആക്രമിക്കപ്പെടുന്നത് കണ്ടാൽ ആക്രമിക്കുന്നവന്റെ കരങ്ങളിൽ പിടിക്കും, എന്നിട്ട് അവരെ പിടിച്ചു മാറ്റും. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസി ചെയ്യുക. അടി കിട്ടുന്ന ഇടത്ത് അവനെ എറിഞ്ഞു കൊടുത്തിട്ട് അതിന്റെ ഇടയിൽ കൂടി മുങ്ങുകയില്ല. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിയെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തന്റെ സഹോദരനെ സഹായിക്കുന്നവർ, വമൻ കാന ഫീ ഹാജതി അഖീ, തന്റെ സഹോദരന്റെ ആവശ്യം നിർവഹിക്കുന്നതിനായി ഒരാൾ നിരതമായിരിക്കുന്ന കാലമത്രയും ഈ ചാരിറ്റബിൾ സൊസൈറ്റി, പോരുവഴിയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അതിലേക്ക് സഹായിക്കുന്ന ഈ സാധുക്കളായ നാട്ടുകാർ, ഉമ്മമാർ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, വമൻ കാന ഫീ ഹാജതി അഖീ, തന്റെ സഹോദരന്റെ ആവശ്യം നിർവഹിക്കാൻ നിങ്ങളിൽ ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ, കാന അല്ലാഹു ഫീ ഹാജതിഹി, അള്ളാഹു അവന്റെ ആവശ്യം നിർവഹിക്കുവാനായി തുനിഞ്ഞിറങ്ങുന്നതാണ്. വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ, ആരൊരാൾ ഒരു മുസ്ലിമായ മനുഷ്യനെ തൊട്ട്, തന്റെ സഹോദരനെ തൊട്ട് ഒരു ബുദ്ധിമുട്ട് എടുത്തുയർത്തിയാൽ, ഒരു വേദന മാറ്റിക്കൊടുത്താൽ, ഇല്ലാത്തതാകുന്ന ഒരു മനുഷ്യനെ സഹായിച്ചാൽ, വിവാഹ പ്രായമെത്തിയ ആൾക്ക് സാമ്പത്തികമായി കഴിവില്ലെങ്കിൽ അയാളെ സഹായിച്ചാൽ, ഭവനമില്ലാത്ത ആൾക്ക് ഭവനം വെച്ചു കൊടുത്താൽ, അത് നിർമ്മിക്കുവാൻ സഹായിച്ചാൽ, തന്റെ വാഹനപ്പുറത്തേക്ക് തന്റെ ചുമടുകൾ കയറ്റുവാൻ ബുദ്ധിമുട്ടുന്ന മനുഷ്യന് അത് എടുത്തു വെച്ചുകൊണ്ട് സഹായിച്ചാൽ, അങ്ങനെയൊക്കെ സഹായിക്കാമല്ലോ.
ഒരാൾ ബൈക്കിലേക്ക് കയറിയിരിക്കാൻ, മോനെടാ അങ്ങ് വന്നേ, ഇതൊന്ന് എടുത്തു വെച്ചതാ, എടുത്തു വെച്ചു തരാണ്. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഒന്ന് ഓടി വന്നിട്ട് അത് എടുത്തൊന്ന് വെച്ചു കൊടുക്കുന്നു. അതൊരു സഹായമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അങ്ങനെ ചെയ്താൽ ഫറജല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഈ ചെയ്തതായ മനുഷ്യന് നാളെ ആഖിറത്തിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലാഹു എടുത്തു കളയുന്നതാണ്. നാളെ ആഖിറത്തിൽ റബ്ബിന്റെ മുന്നിൽ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുന്ന നേരത്ത്, ഒരുപാട് വേദനിക്കുന്ന സമയത്ത്, ഒരു ചാൺ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ, സൂര്യന്റെ താപത്താൽ പൊള്ളുന്ന നേരത്ത് ഒരു ബുദ്ധിമുട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റുന്നതാ. വമൻ സതറ മുസ്ലിമ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ, തന്റെ ഒരു സഹോദരന്റെ ഒരു രഹസ്യം മറച്ചു വെച്ചാൽ, ഈ ഹദീസിന്റെ തുടർച്ചയായതുകൊണ്ട് പറയുകയാണ്, വമൻ സതറ മുസ്ലിമൻ, തന്റെ സഹോദരന്റെ ഒരു രഹസ്യം മറച്ചു വെച്ചാൽ, തന്റെ സഹോദരന് ഒരു രഹസ്യമുണ്ട്, അത് മോശത്തരമാണ്. നന്മയാണെങ്കിൽ രഹസ്യമാക്കി വെക്കാൻ ആരും ആഗ്രഹിക്കൂലല്ലോ. ഒരു മോശത്തരം അയാളിൽ നിന്ന് സംഭവിച്ചു, ജനങ്ങൾ അറിഞ്ഞാൽ നാണക്കേടുണ്ടാവുന്ന, അയാളുടെ അഭിമാനം തകരുന്നതാകുന്ന ഒരു രഹസ്യം അയാൾക്കുണ്ട്. അത് നമ്മൾക്ക് അറിയുമെങ്കിൽ അത് വെച്ച് വിലപേശരുത്. അയാളുടെ ആ രഹസ്യം കൊണ്ട് വിലപേശരുത്. അയാൾ സമ്പന്നനാണെങ്കിൽ അയാളുടെ അടുക്കലേക്ക് ആവശ്യത്തിന് ചെല്ലും. എന്തടിസ്ഥാനത്തിലാ ചെല്ലുന്നത്? അയാളുടെ രഹസ്യം എനിക്കറിയാം, ഞാനത് പുറത്തു പറഞ്ഞാൽ അയാൾക്ക് സമൂഹത്തിലുള്ളതാകുന്ന ഇമേജ് തകരും, അയാൾ എന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലരുത്. അയാളുടെ രഹസ്യം മറച്ചു വെക്കണം. തന്റെ സഹോദരന്റെ രഹസ്യം മറച്ചു വെക്കണം. തനിക്ക് അറിയാവുന്നതാകുന്ന അയാളുടെ ഒരു മോശത്തരമുണ്ടെങ്കിൽ അത് മറച്ചു വെക്കണം. ഇതിനർത്ഥം സർവ്വ ഉടായ്പിനും കൂടെ നിൽക്കണമെന്നല്ല. കുട്ടികൾ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ഉടായ്പകൾക്കെല്ലാം കൂടെ നിൽക്കണമെന്നല്ല പറഞ്ഞു വരുന്നത്. തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഒരു സഹോദരന് പരമരഹസ്യമാകുന്ന, അറിയാതെ സംഭവിച്ചതാകുന്ന ഒരു പിഴവ്, മനുഷ്യ സഹജമായി സംഭവിച്ചു പോയ ഒരു തെറ്റുണ്ടെങ്കിൽ അത് മറച്ചു വെക്കണം. വമൻ സതറ മുസ്ലിമ, ആരൊരാൾ അത്തരത്തിൽ രഹസ്യം മറച്ചു വെച്ചാൽ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. നമ്മുടെ ഒരുപാട് തെറ്റുകളും രഹസ്യങ്ങളും നമുക്ക് മാത്രം അറിയുന്നതുണ്ടല്ലോ, നമുക്കും നമ്മുടെ റബ്ബിനും മാത്രം അറിയുന്നതുണ്ടല്ലോ. നമ്മുടെ മലക്കുകൾക്ക് പോലും അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. നമ്മുടെയും റബ്ബിന്റെയും ഇടയിൽ മാത്രം നിൽക്കുന്നതാകുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ നാളെ മഹ്ശറയിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ ഒരുമിച്ച് കൂടുന്ന സമയത്ത്, സർവ്വ ജീവജാലങ്ങളും ഒരുമിച്ച് കൂടുന്ന സമയത്ത്, നമ്മളെ ബഹുമാനിക്കുന്ന, നമ്മളെ ആദരിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന പ്രിയതമനും പത്നിയും മക്കളുമെല്ലാം ഒരുമിച്ച് കൂടുന്ന സമയത്ത്, നമ്മുടെ നാട്ടുകാർ ഒരുമിച്ച് കൂടുന്ന സമയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രഹസ്യം പുറത്തു പറയുകയില്ല. നമ്മുടെ രഹസ്യം രഹസ്യമാക്കി തന്നെ വെക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറയുമ്പോ വയ്യാത്തതാകുന്ന ആളുകൾക്ക്, സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക സ്വരൂപണം നടത്തി അവരുടെ പ്രതിസന്ധികൾ മാറ്റി കൊടുക്കണമെന്ന് പറയുമ്പോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് നിൽക്കുന്ന ഈ സംഘടനയെ, ഒരു വഴി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കാതിരിക്കാൻ തരമില്ല, കഴിയുകയില്ല. അവർക്ക് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സംഘടനയുടെ പ്രവർത്തകർക്ക് വേണ്ടിയും ഒരു ഹദീസ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. തന്റെ സഹോദരനെ സഹായിക്കുന്നതിന് വേണ്ടി, രോഗിയായ ആളുകൾക്ക് ശുശ്രൂഷ നടത്തുന്നതിന് വേണ്ടി,
പാവപ്പെട്ട മനുഷ്യരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ പിരിവെടുക്കുന്നതിന് വേണ്ടി, അതിന് സാമ്പത്തിക സ്വരൂപണം നടത്തുന്നതിനു വേണ്ടി രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഓടി നടക്കുകയും മഴയും വെയിലും കൊണ്ടിട്ടും അതെല്ലാം സഹിച്ചുകൊണ്ട് അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, തന്റെ സഹോദരനെ സഹായിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ആളുകൾ, തന്റെ സഹോദരനെ സഹായിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പാടുപെടുന്ന ആളുകൾ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി, അവരെ സഹായിക്കുന്നതിൽ അല്ലാഹു നിരതനായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ സഹായിക്കുന്നതിൽ അല്ലാഹു നിരതനായിരിക്കും. നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടി ഓടി നടന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിന് വേണ്ടതാകുന്ന കാര്യങ്ങൾ ഏർപ്പാടാക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത്തരം നന്മകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന ഈ സംഘത്തിന്റെ പ്രവർത്തകരെ, യുവാക്കളെ, പ്രായമുള്ളവരെ, ഉസ്താദുമാരെ, ആരെങ്കിലും ഇതിന്റെ പിന്നിൽ നിങ്ങളെ ആക്ഷേപിച്ചാൽ, ആരെങ്കിലും ഇതിന്റെ പിന്നിൽ നിങ്ങളെ കളിയാക്കിയാൽ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചാൽ, നിങ്ങൾ അതൊന്നും ഗൗരവമായി എടുക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഓഫർ, ദുനിയവിയായ നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ചു തരുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപാട് ചാരിറ്റബിൾ സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ വ്യാപിക്കുന്നുണ്ട്. ഗസയിലേക്ക് പോകുന്നതാകുന്ന വാഹനങ്ങളിൽ പോലും നമ്മുടെ കേരളത്തിന്റെ കയ്യൊപ്പ് ചാർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ, കേരളത്തിലെ സാധുക്കളായ മനുഷ്യരുടെ ആഹാര വിഭവങ്ങളും അവിടെ ഗസയിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാകുന്ന അത്യാവശ്യ വിഭവങ്ങളും എത്തിച്ചു കൊടുക്കുന്ന വാഹനങ്ങൾ പോലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള വസ്തുക്കൾ സ്വീകരിച്ചിട്ടുണ്ട്, സ്വരൂപിച്ചിട്ടുണ്ട്. അത് വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ നാടിന് മാത്രം എടുത്തു പറയാൻ കഴിയുന്നതാകുന്ന, കേരളത്തിന് മാത്രം, ഇന്ത്യയിൽ കേരളം മറ്റൊരു സംസ്ഥാനമാണ് എന്നല്ല ഒരു രാജ്യമാണ് എന്നൊക്കെ ട്രോളന്മാര് പറയുന്നത് വെറുതെ അല്ല, കാര്യം തന്നെയാണ്. അത് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ജാതി നോക്കാതെ, മതം നോക്കാതെ, വർണ്ണം നോക്കാതെ, വർഗം നോക്കാതെ, പ്രായം നോക്കാതെ ഏവരെയും പരിഗണിക്കാനുള്ള വലിയ മനസ്സ് അത് കേരളത്തിന് എക്കാലവും ഉണ്ട്, അത് എക്കാലവും ഉണ്ടാകണം. നമ്മുടെ നാടുകളിൽ, ഇത്തരം ഗ്രാമപ്രദേശങ്ങളിൽ അതെല്ലാം നിലനിർത്തപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ സംഘാടകർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ചെയ്യുമാറാകട്ടെ. ഇനി ഞാൻ നീട്ടിയാൽ ആ കുഴപ്പമാവും. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ദഫ് കാണാനിരിക്കുന്നവർ ഇനി ഇതുവരെ സ്നേഹത്തിലായിരുന്നത് ഇനി അവരുടെ ദുആയൊക്കെ മാറും, ഉസ്താദ് നിർത്തിയിരുന്നെങ്കിൽ എന്നുള്ള ശൈലിയിലേക്ക് മാറും. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ഈ മഹത്തായ സദസ്സിലേക്ക്, ഈ ദീനിന്റെ പരിപാടിയിലേക്ക് വിനീതനെ ക്ഷണിച്ചതിന് ഈ പ്രവർത്തന സമിതിക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കാൻ ഇതിനെ എന്നെ വിളിച്ച് ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുസ്സലാം ഉസ്താദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകളെ സ്വീകരിക്കുമാറാകട്ടെ. ഈ നാടിന് ഒരുപാട് കാലം ആത്മീയമായി നേതൃത്വം നൽകുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകൾക്ക് നൽകുമാറാകട്ടെ. അത് അനുഭവിക്കാനുള്ള തൗഫീഖ് നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവർ, സഹായിച്ചവർ, ഇതിന്റെ പ്രവർത്തകരൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹലാലായ മുറാദുകളെല്ലാം ഹാസിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة وتوجه بتاج الرضا والعز والكرامة.
صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. റഹ്മാനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിനെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. പറഞ്ഞതായ കേട്ടതായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ നല്ല പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിനുവേണ്ടി സാമ്പത്തികം ചിലവിട്ടവർ നീ കബൂലാക്കണേ അല്ലാഹ്. അവരുടെ ഹലാല